വിശേഷങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുകയാണ്. രാവിലെ കാപ്പി കുടിച്ചു, ദോശയും ദോശപ്പൊടിയായിരുന്നു. ഇത് ഇന്ന് കിട്ടിയ കുഞ്ഞൻ മത്തികളാണ്. കുഞ്ഞു കുഞ്ഞു മത്തികൾ. മത്തി കുഞ്ഞായാലും വലുതായാലും എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൽ നിന്ന് ഇതിനെയൊക്കെ ക്ലീൻ ചെയ്ത് കുറച്ചെടുത്ത് ചിപ്സ് പോലെ വറുക്കാൻ പോവുകയാണ്. ചിപ്സ് പോലെ വറുത്തിട്ട് നമുക്ക് കടിച്ച് തിന്നാം, മുള്ളുപോലെ. മുള്ളുകളയേണ്ട ആവശ്യമില്ല. അങ്ങനെ അതൊരു ജോലി ചോറിന് വേണ്ടി ഉണ്ടാക്കാൻ പോവുകയാണ്. പിന്നെ ഒരു തോരൻ കൂടി വയ്ക്കാൻ പോവുകയാണ്, ക്യാബേജ്. അതും ഈ ഒരു ഉടങ്കൊല്ലി മുളകും ചേർത്ത് ഒരു തോരൻ വയ്ക്കാൻ പോവുകയാണ്. ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എല്ലാം പുരട്ടി വെച്ചിട്ടുണ്ട്, മസാലകളൊക്കെ. പിന്നെ ഒരു ക്യാബേജ് പീസ് ചെയ്യുന്ന അതും ഒരു ഉടങ്കൊല്ലി മുളക്, വെളുത്തുള്ളി, ജീരകം എല്ലാം കൂടെ ചേർത്ത് തോരൻ വയ്ക്കാൻ പോവുകയാണ്. വെന്തതിന് ശേഷം തേങ്ങയും ജീരകവും മഞ്ഞൾപ്പൊടിയും ചേർക്കും. കിട്ടെ ഇനി എനിക്കിന്ന് ഉച്ചയ്ക്ക് ഊണിന് വേണ്ടി എന്തെങ്കിലും ഒരു ഒഴിച്ച് കറി കൂടെ വയ്ക്കണം. അങ്ങനെ എൻ്റെ ഉച്ച ഊണെല്ലാം റെഡിയായി. മീൻ ഫ്രൈ ചെയ്തു. ക്യാബേജ് തോരൻ എന്ന് പറഞ്ഞാൽ അത് മെഴുക്ക് വരട്ടി പോലെ തന്നെ, കുറച്ച് തേങ്ങ ചേർത്തോളൂ. അത് കഴിഞ്ഞ് ഒഴിക്കാൻ വേണ്ടിയിട്ട് വളരെ ഈസി ആയിട്ടൊന്നും ചെയ്തു. കുറച്ച് തൈരെടുത്ത് കടുവറുത്തു. കടുവറുത്ത് ചൂടാക്കി, കാരണം തണുപ്പിക്കാൻ പാടില്ല. ഞാൻ ഇനി ഊണ് കഴിക്കാൻ പോകണേ. അങ്ങനെ എൻ്റെ ഇന്നത്തെ ലഞ്ചാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഊണ് കഴിച്ചോ? നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെയാണ് കറിയാം? ചോറ്, തൈര് കടുവറുത്തത്, ചാള ഫ്രൈ ചിപ്സ് പോലെ വറുത്തത്, മുള്ളോടും കൂടി കടിച്ച് കഴിക്കാം. ചാള എനിക്ക് ഇഷ്ടപ്പെട്ട മീനാണ്, ചെറുതായാലും വലുതായാലും. ക്യാബേജ് തോരൻ ഇത്രയേ ഉള്ളൂ. ആരോ വന്ന് നോക്കട്ടെ. ഇപ്പോൾ വന്നൊരു കൊറിയറാണ്. ഒരു ചെറിയൊരു കടായി, എന്താ പറയുക, കടായി. നമുക്ക് കടുക് വറുത്തെല്ലാം ഒഴിക്കാം. ഇതേണ്ട, നമുക്കിനി വീഡിയോയിലേക്ക് പോവാം. പുറത്ത് വന്നതേ ഒരു കൊറിയറായിരുന്നു. അത് ഞാനിനി ഊണ് കഴിക്കാൻ പോവുകയാണ്. ഇതാണ് എൻ്റെ ഊണ്. ഇത്രയും സമയം എൻ്റെ വീഡിയോ കണ്ടതിൽ വളരെ സന്തോഷം. ഒരുപാട് നന്ദിയുണ്ട്. ഇനി അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.